നമ്മൾ സാധാരണ തിയേറ്ററിലൊക്കെ പോയി മൂവീസ് കാണുമ്പോൾ എപ്പോഴും വാങ്ങിച്ച് കഴിക്കാറുള്ളതാണ് പോപ്കോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പലതരത്തിലുള്ള പോപ്കോൺ പ്രിപ്പറേഷൻസ് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് 3 തരത്തിലുള്ള പോപ്കോൺ ആണ്. ഒന്ന് നമ്മൾ സാധാരണ ബട്ടർ മാത്രം ഇട്ടിട്ടുള്ള ഒരു പോപ്കോൺ, പ്ലെയിൻ ആയിട്ടുള്ള പോപ്കോൺ. പിന്നത്തേത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കാരമൽ പോപ്കോൺ. തേർഡ് വൺ നമ്മളൊരു മസാല പോപ്കോൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബട്ടർ പോപ്കോൺ ചെയ്യാം. ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കറോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെയുള്ള ഏത് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ തന്നെ വെച്ച് ചെയ്യാം. ബട്ടർ തന്നെ ചേർക്കുമ്പോൾ ബട്ടർ ബേൺഡ് ആവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി ഓയിലും കൂടെ ചേർക്കുന്നത് നല്ലത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് ബട്ടർ. ഞാൻ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടറും ഓയിലും കൂടെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കോൺ കേർണൽസ് അല്ലെങ്കിൽ ചോളം ഇതേപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് പാക്കറ്റിൽ കിട്ടാറുണ്ട്. 1/2 കിലോയുടെ 1 കിലോയുടെ ഒക്കെ പാക്കറ്റ് കിട്ടാറുണ്ട്. ഇതിൽ 1/4 കപ്പ് ഇതിനകത്തേക്ക് ചേർക്കാം. 1/4 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അപ്പം ഞാൻ സോൾട്ടഡ് ബട്ടർ ആണ് ചേർത്തേക്കുന്നത്, എന്നാലും കുറച്ച് ഉപ്പ് വേണ്ടിയവർ മാത്രം ചേർക്കുക. എനിക്ക് പേഴ്സണലി ഉണ്ടാക്കാറുള്ളപ്പോൾ ശകല ഉപ്പ് ഉള്ളതാണ് ഇഷ്ടം പോപ്കോണിന്. അപ്പം നമ്മളൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ചെറുതായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇച്ചിരി നിറം കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം വേണമെങ്കിൽ. അപ്പം ചെറുതായിട്ട് പൊട്ടി തുടങ്ങി വേണ്ട. ഇപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലാക്കുക. ആക്കിയ ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. നമുക്ക് ഇങ്ങനെ പടപടാന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കും. ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം അവിടെ ഒന്ന് മിക്സ് ആവാനായിട്ടാണ്. അപ്പം വെയിറ്റ് ഇടണ്ട. ഞാൻ ഗ്യാസ്കറ്റ് ഇട്ടിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടില്ല. ഇപ്പം നോക്കിയാൽ ആ ശബ്ദം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ആ ഫ്രീക്വൻസി ഒത്തിരി കുറഞ്ഞു, നമ്മൾ പൊട്ടുന്ന ശബ്ദം. അപ്പം ഒരു കുറച്ച് നേരം ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ ആ സമയത്ത് അത് ഓഫ് ചെയ്യുക. ഞാൻ ഓഫ് ചെയ്യുവാണ്, അല്ലെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോകും. ഇത് ചെക്ക് ചെയ്യാം. പോപ്കോൺ റെഡിയാണ്. നമ്മുടെ പ്ലെയിൻ പോപ്കോൺ റെഡിയായി. പോപ്കോൺ കണ്ടോ, നല്ലൊരു പരുവത്തിൽ കിട്ടി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് മസാല പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഒരു പാത്രം ഹീറ്റ് ചെയ്യുക. ഞാൻ പ്രഷർ കുക്കറിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ എണ്ണ. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1/4 കപ്പ് കോൺ കേർണൽസ് ഉപയോഗിക്കാം, ചോളം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ കൊടുക്കാറുണ്ട്. നല്ലൊരു സ്പൈസ് ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, കൂടാതെ കുറച്ച് ഗാർലിക് പൗഡർ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ തന്നെ അണിയൻ പൗഡർ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചാട്ട് മസാല. ഇത്രയും ആണ് ഞാൻ ഉപയോഗിക്കുന്ന മസാലകൾ. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇത് പോപ്പ് ചെയ്ത് തുടങ്ങണം. ചെറുതായിട്ട് ഇത് പൊട്ടി തുടങ്ങണം.
ആ സമയം നമ്മൾ ഓഫ് ചെയ്യുക. തീ ഏറ്റവും ലോ ടെമ്പറേച്ചറിലാണ് വെച്ചേക്കുന്നത്. മസാല ബേൺഡായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കോൺ കേണൽസ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം മാത്രമേ പൊടികളിടാവൂ, അല്ലെങ്കിൽ മസാല ബേൺഡായി പോകും. ഞാനിവിടെ ബട്ടർ ഉപയോഗിച്ചതിന് പകരം നിങ്ങൾക്ക് ഫുൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് പൊട്ടി തുടങ്ങി. തീ ഉറച്ച് വെക്കുക. അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിലായി ഇപ്പോൾ ഇട്ടേക്കുന്നത്. എപ്പോഴും മസാല കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പൊട്ടാറാകുമ്പോൾ മാത്രം മസാല ഇടുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ എല്ലാ മസാലയും കൂടി എടുത്ത് വെച്ച ശേഷം ഇത് പൊട്ടി തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഇട്ടാലും മതി. പിന്നെ അത് ഗരം മസാല വേണമെങ്കിൽ ഇടാം, ആംചൂർ പൊടി, ചെറിയ പുളിയൊക്കെ വേണമെങ്കിൽ ആംചൂർ പൗഡർ ഇടാം. അങ്ങനെ എന്ത് വേണേലും നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റാം ഫ്ലേവേഴ്സ്. ഇപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊട്ടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് കുറയുമ്പോഴത്തേക്ക് നമ്മളത് ഓഫ് ചെയ്യും. ഇപ്പം പൊട്ടുന്ന ഇത് നിന്നു, അപ്പോൾ അതുകൊണ്ട് ഓഫ് ചെയ്യാം. ഇടയ്ക്ക് മാത്രമേ പൊട്ടുന്നുള്ളൂ. ഒരു 10 സെക്കൻഡിൽ പൊട്ടാതൊക്കെ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ഇത് തുറക്കാം. മസാല പോപ്കോൺ ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. പോപ്കോൺ സെർവ് ചെയ്യുന്ന ബോളിലേക്ക് മാറ്റാം. ഇതിനകത്ത് ചില്ലി പൗഡർ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, എരിവനുസരിച്ച്. അങ്ങനെ നമ്മുടെ മസാല പോപ്കോണും റെഡിയാണ്. അടുത്തായിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് പോപ്കോൺ ആണ് കാണിക്കുന്നത്, കാരമൽ പോപ്കോൺ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. കാൽ കപ്പ് ഷുഗർ ഇത് കാരമലൈസ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെറിയ ഫ്ലെയിമിലിടുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. കൂടാതെ ഷുഗർ മൊത്തം ഡിസോൾവ് ആവണം. ഈ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ആദ്യം ഇതിനകത്തേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ബട്ടർ. കൂടാതെ ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ഇത് ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോപ്കോൺ ഇതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂടാറുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പാവും, നല്ല ക്രഞ്ചി ആവും. എല്ലാ പോപ്കോണിലും അതാകുന്ന പോലെ നന്നായിട്ട് കൂട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പോപ്കോൺ എന്ന് പറയുന്നത് 1/4 കപ്പ് പോപ്കോൺ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ബട്ടർ പോപ്കോൺ ചെയ്തില്ലേ, ആ സെയിം രീതിയിൽ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ബട്ടർ പോപ്കോൺ പോലെ തന്നെയാണ് ഈ പോപ്കോൺ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഓയില്, ബട്ടർ, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സോൾട്ട് ഇട്ടു. പിന്നെ 1/4 കപ്പ് പോപ്കോൺ ആണ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊന്ന് കൂളായി കഴിയുമ്പോൾ നല്ല വിട്ട് വരും. അപ്പോൾ ചൂടോടെ ചില സമയത്ത് എല്ലാം കൂടെ ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടിയിരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കൈ വെച്ചൊന്ന് വിടിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ല വിട്ട് കിടക്കും. നമുക്ക് ഇളക്കി എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. കറക്റ്റ് പരുവത്തിലെടുത്ത് തന്നേക്കുന്നത്. അപ്പോൾ കാരമലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഇത് കൂളായി. അപ്പോൾ ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ കാരമൽ പോപ്കോൺ മാത്രം എപ്പോഴും ആറുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടാണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് പോപ്കോൺസ് ആണ് ചെയ്തത്. ഒന്ന് ഏറ്റവും നല്ല ക്രഞ്ചി ആയിട്ടുള്ള കാരമൽ പോപ്കോൺ, പിന്നെ ബട്ടർ പോപ്കോൺസ്, പിന്നെ മസാല പോപ്കോൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മസാല പോപ്കോൺ ചെയ്യുമ്പോൾ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും മസാലകളെല്ലാം ഞാൻ ഇന്ന് ഇട്ടത് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ഇട്ടത്. അതിന് പകരം നിങ്ങളെല്ലാം കൂടെ ഒരു ബോളിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പോപ്കോൺ ഈ കോൺ കേണൽസ് ഇട്ടത് പൊട്ടി തുടങ്ങുമ്പം മസാല അങ്ങോട്ട് ഇട്ടിട്ട് അടച്ചാൽ മതി. അപ്പോൾ ഒട്ടും ബേൺഡ് ആവാതെ നല്ല പരുവത്തിൽ കിട്ടും. അപ്പോൾ ഈ 3 റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നതാണ് കാരമൽ പോപ്കോൺ. അപ്പോൾ വീട്ടിൽ നമ്മളൊരു മൂവി കാണുമ്പോഴോ അല്ലെ ഒരു മാച്ച് കാണുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് പോപ്കോൺ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.